ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നാളത്തെ +2 ഇക്കണോമിക്സ് മോഡൽ എക്സാമിന് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കർവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും കൂടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടവരോടൊക്കെ പറയാനായിട്ടുള്ളത്, മോഡൽ എക്സാം നല്ല സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്യാനുള്ളവർ ശ്രദ്ധിക്കുക. ഇനിയുള്ള സമയങ്ങളിൽ എക്സാം ഓറിയൻറ്റഡ് കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്റർ വൈസ് ടോപ്പിക്കുകളൊക്കെ പഠിക്കാനായിട്ട് നന്നായി ശ്രദ്ധിക്കുക. സോ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല, നിങ്ങളെല്ലാവരും എക്സാമിൻ്റെ തലേദിവസം പഠിക്കുന്ന കുട്ടികളാണ് മാക്സിമം. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുമ്പോഴും ഇമ്പോർട്ടൻസ് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ല, ഇതുവരെ ഒന്നും അറിയില്ല, ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ക്രാഷ് ബാച്ചിലും അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ മോഡൽ എക്സാമിന് ശേഷം ആ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റും 500 രൂപയ്ക്കാണ് നമ്മൾ ആ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വേണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തരും. ക്രാഷ് ബാച്ചിൻ്റെ നടന്നുകൊണ്ടിരുന്ന ജനുവരി പകുതിക്ക് തുടങ്ങിയ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരികയും മോഡൽ എക്സാമിന് ശേഷമുള്ള ലൈവ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകൾ കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ എവ്രി വൺ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എക്കണോമിക്സിൽ ഒരുപാട് കർവുകൾ ഉണ്ട്, മൈക്രോയിൽ മാക്രോയിൽ കുറവാണ്, മൈക്രോയിലാണ് നമുക്ക് ഒരുപാട് കർവുകൾ ഉള്ളത്. മൈക്രോ സെക്ഷനിലെ ഫസ്റ്റത്തെ 5 ചാപ്റ്റേഴ്സിലാണ് നമുക്ക് കർവുകൾ ഉള്ളത്. ഓരോ കർവും എന്തിനാണെന്നും എങ്ങനെയാണെന്നും അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഓരോ കർവിൻ്റെയും യൂസ് അറിയണം. ഒരു ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിന് യൂസ് ചെയ്യുന്ന കർവാണെന്ന് നമുക്കറിയണം. അപ്പോൾ ഓരോ കർവുകളും എങ്ങനെയാണെന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത് PPC കർവാണ് കേട്ടോ. PPC കർവിന്റെ ഫുൾ ഫോം പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടതാ ഇങ്ങനെയാണ്. PPC കർവ് കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. ഇതിന്റെ ഉള്ളിലും ഇതിന്റെ മേലും പുറത്തും ഓരോ പോയിന്റ് തരാം. ഇതിന്റെ ഉള്ളിലുള്ള പോയിന്റ് ഇപ്പോൾ ABC എന്നാണെങ്കിൽ A എന്ന് പറയുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ്, അണ്ടർ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. B എന്ന് പറയുന്നത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. പഠിക്കാം, മിസ് ഇവിടെ എഴുതുന്നത് ഷോർട്ടായിട്ടാണ്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, യൂസ് ചെയ്തത് റിസോഴ്സസിന്റെ അളവ്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇത് PPC കർവാണ്, കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. ഇവിടെ നമ്മൾ X ആക്സിസ്, Y ആക്സിസ്, അതുപോലെ തന്നെ 2 ഗുഡ്സുകൾ തരും. ഇപ്പൊ X ഗുഡ്സ്, Y ഗുഡ്സ് തരും. ഇത് ഒറിജിൻ ആണ്. ഇനി നമുക്കിത് വരയ്ക്കാൻ വരും. X വാല്യൂസ് തരും, അതുപോലെ തന്നെ Y വാല്യൂസ് നമുക്ക് കുറച്ച് തരും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, X ആക്സിസും Y ആക്സിസും വരച്ച് നമ്മൾ ഡോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് Xൽ ഇപ്പൊ Xൽ 10, Xൽ 0 ആവുമ്പോൾ 2, 1 ആവുമ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് 0 ആണ്. 0ൽ 1, 0ൽ നമുക്ക് 2, 5ൽ അങ്ങനെ പോയിന്റ് ഇട്ട് ഇങ്ങനെ വരച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. മാക്സിമം വരാറില്ല വരയ്ക്കാൻ. പക്ഷെ PPC കർവ് എന്താണെന്ന് ചോദിച്ചാലായിട്ട് നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, PPC കർവ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാനുള്ളതാണ് ബഡ്ജറ്റ് ലൈനിന്റെയും ഇൻഡിഫറൻസ് കർവിന്റെയും കർവുകൾ. ബഡ്ജറ്റ് ലൈൻ മിസ് ഇതോടെ വരയ്ക്കുകയാണ്. ബഡ്ജറ്റ് ലൈൻ ഇത് എങ്ങനെയാണ് വരയ്ക്കുക, അതായത് ഇവിടെ X ആക്സിലും Y ആക്സിലും വെച്ച് സ്ട്രെയിറ്റ് ലൈൻ ആണ്. 0 ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. Xും Yയും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇനി X ആക്സിന് കൂട്ടിമുട്ടുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. Y ആക്സിനെ കൂട്ടിമുട്ടുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. ഇത് നമ്മുടെ സ്ലോപ്പ് ആണ്. ദെൻ ഈ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഒന്നും ഇവിടെ എഴുതിയേക്കണം. P1x1 + P2x2 = M. ഇപ്പൊ ബഡ്ജറ്റ് ലൈനിന്റെ കർവായി. ഇനി ഇൻഡിഫറൻസ് കർവിന്റെ കർവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ്. കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. കോൺവെക്സ്, ഈ ഷേപ്പിന്റെ പേര് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഇത് ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡിഫറൻസ് മാപ്പായി. അപ്പൊ IC2, IC3, 1, 2, 3 മേലേക്ക് നമ്പർ ഇട്ട് പോകണം. ഏറ്റവും ഹയർ ലെവലിൽ കിടക്കുന്ന ഇൻഡിഫറൻസ് കർവാണ് നല്ല ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് 8 മാർക്കിന് ചോദിക്കും. ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈൻ. ഇപ്പൊ ബഡ്ജറ്റ് ലൈനിന്റെ ഷിഫ്റ്റ് അറിയണം. ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് നോർമൽ ഒരു ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവും. അത് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യാം. എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം, ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ താഴത്തോട്ട് ഷിഫ്റ്റ് ആവുന്നു. ഇനി പ്രൈസിൽ ചേഞ്ച് വന്നാൽ ഇങ്ങനെയായിരുന്ന ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ ഷിഫ്റ്റുകളിൽ വരുന്ന കർവുകളിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇനി ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടി നമ്മൾ വരയ്ക്കുന്ന ഒരു കർവാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നും കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്നും നമുക്ക് ചോദിക്കാറുണ്ട്. ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ, ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ X ആക്സിസും അതുപോലെ തന്നെ Y ആക്സിസും വരച്ച് വെക്കുക. ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ച് വെക്കുക.
ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക. ഇതിൽ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് കണ്ട മിസ് വരയ്ക്കുന്ന കൂട്ടിമുട്ടിയിട്ട് വരയ്ക്കുക. എന്നിട്ട് IC1, IC2, IC3 ഈ കൂട്ടിമുട്ടിയ പോയിന്റ് എന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇവിടെയും കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ, അത് നമുക്ക് A എന്നും B എന്നും വേണമെങ്കിൽ കൊടുക്കാം. ഇത് 0, ഇത് X, ഇത് Y. ഇതാണ് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാന്നറിയാം. ആണ് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്. ബിക്കോസ് IC1ലുള്ള പോയിന്റുകൾ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് കണക്കാക്കില്ല. കാരണം IC1നേക്കാൾ IC2ലാണ് മാക്സിമം ലെവൽ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറിന് കിട്ടുന്നത്. അതുകൊണ്ട് അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ മോണോട്ടോണിക് പ്രിഫറൻസ് ആയിരിക്കും. ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന്റെ മാക്സിമം ഒപ്റ്റിമം ചോയ്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതാം. മിസ് ഇപ്പോൾ ഒരു മെഷർമെന്റ് ഇല്ലാണ്ടാണ് വരച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഇതേപോലെ ഉണ്ട് വരച്ചാൽ മതി. വരയ്ക്കാൻ കിട്ടാത്തവർ സൈഡിലൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക കേട്ടോ. കർവ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഇനി നമുക്ക് പിന്നീട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ് കേട്ടോ. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് 2 ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 2 ടൈപ്പിലാണ് നമുക്ക് ചോദ്യം ചോദിക്കാം. അതെങ്ങനെയാണെന്ന് അറിയാം ചോദിക്കാം. 5 ഡിഗ്രീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ഡിഗ്രീസ്. അതിന് 5 പിക്ചർ ഉണ്ട്. 5 പിക്ചർ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഏതൊക്കെയെന്ന് അറിയാം 5 പിക്ചറുകൾ? അത് നിങ്ങൾക്ക് അറിയണം. ആ 5 എണ്ണം നിങ്ങൾ പേര്, ഇലാസ്റ്റിസിറ്റി എത്രയാണ്, അതിന്റെ ഒരു ഫിഗർ. ഇപ്പൊ ഒന്നാമത്തത് നമുക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കാം. അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഇത് നമുക്ക് പറയുന്ന പേരെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇലാസ്റ്റിക് ആയിട്ട് വരയ്ക്കുക. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ ഇതാ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, ഇലാസ്റ്റിക്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് കുത്തനെ വരയ്ക്കാം. കുറച്ച് കുത്തനെ വരയ്ക്കുമ്പോൾ അതെന്തായി, ഇനിലാസ്റ്റിക്. കുത്തനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു കർവ് വരയ്ക്കുന്നു, പിന്നെ അധികം ഡിഫറൻസ് വേണ്ട. കണ്ടോ, ഇത് ഇനിലാസ്റ്റിക് ആണ്. ഒന്നും കൂടി ഫ്ലാറ്റ് എന്നുള്ളതിൽ നിന്നുകൂടി ചുരുങ്ങി. അത് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നമുക്കൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് പാരലൽ. ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റ് ആയിരിക്കും. ഇതിനൊക്കെ ഓരോ പേരിന്റെ പറഞ്ഞുതരാം കേട്ടോ. കുത്തനെ ഒരെണ്ണുണ്ട്, വെർട്ടിക്കലായിട്ട് നമ്മൾ ഒരെണ്ണം വരയ്ക്കുന്നുണ്ട്. ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആയിരിക്കും. ഇതിൽ 4 എണ്ണം ഒരേപോലെ പോയാൽ ഒരു 5ാമത്തെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ. ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 1 ആണ്, ഈക്വൽ ടു 1. ഇതിന് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നു. ഇത് ഇൻഇലാസ്റ്റിക്, അത് ഇലാസ്റ്റിക് അല്ലാത്ത രീതിയിൽ ഒരു തരം ഫ്ലാറ്റ് എന്നുള്ള സ്ലീപ്പർ ആയിട്ട്. ഇത് നമുക്ക് പാരലൽ ടു എക്സ് ആക്സിസ് നമ്മൾ വിളിക്കുന്ന പേര് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ഡിമാൻഡ് കർവാണ്. ഇത് നമ്മൾ വിളിക്കുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക്. യൂണിറ്ററി ഇലാസ്റ്റിക്. അപ്പൊ നമുക്ക് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിച്ചാൽ ഈ 5 എണ്ണം വരയ്ക്കുക. 5ന്റെയും പേര് എഴുതി വെക്കുക. ഓരോന്നിലും എത്രയാണ് ഇലാസ്റ്റിസിറ്റി എഴുതി വെക്കുക. മാർക്ക് കിട്ടും, ഷുവർ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് 5 മാർക്ക് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് ഇത് കൂടുതലും കാണാം. 5 മാർക്ക് 4 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കിത് കാണാറുള്ളത്. 8 മാർക്കിലേക്ക് പോവാറില്ല. 8 മാർക്ക് ചിലപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയും രണ്ടും കൂടി അങ്ങനെ ചോദിക്കാം. ഒരു തിയറി പ്ലസ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ലീനിയർ ഡിമാൻഡ് കർവിലാണ് ചോദിക്കുക. നമുക്ക് എല്ലാം ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരേ ഒരു ഡിമാൻഡ് കർവ്. ഡിമാൻഡും ബഡ്ജറ്റ് ലൈനും ഒരേപോലെയാണ്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് ലീനിയർ ഡിമാൻഡിൽ ചോദിക്കുക. നമുക്ക് ഒന്നെങ്കിൽ പിക്ചർ തന്ന് ഇവിടെ A, B, ഇതിന്റെ നടുക്കിലൊരു C, ഇവിടെ എവിടെയെങ്കിലും ഒരു D, ഇവിടെ എവിടെയെങ്കിലും ഒരു E തരും. ഇതിലൊക്കെ എത്രയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് അറിയണം. അപ്പോൾ നമ്മൾ വേർട്ടിക്കലില് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫിനിറ്റും താഴെ 0 ആണെന്ന് പഠിക്കുക. നടുവിൽ ഈക്വൽ ടു 1 ആണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ്, ലെസ് ദാൻ 1. ഇതും നിങ്ങൾ പഠിക്കേണ്ട ഷുവർ ആയിട്ടുള്ളത്. നമുക്ക് 3 മാർക്ക് 4 മാർക്ക് എസ് എയിൽ ചോദിക്കാറില്ല, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ ബഡ്ജറ്റ് ലൈനും ഡിമാൻഡ് കർവും ഒക്കെ സെയിം ആണ്. അപ്പൊ ഇത് തന്നെയാണ് ഡിമാൻഡ് കർവ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഡിമാൻഡ് കർവ്. പ്രൈസ് ഇങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി. ഇനി ഡിമാൻഡ് കർവിന്റെ ഷിഫ്റ്റ് ഉണ്ട്, കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ. അത് ഡിമാൻഡ് കർവ് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കർവുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മോഡൽ എക്സാമിന് പഠിക്കേണ്ടത്. ഇനി അടുത്ത പാഠത്തിലത്തെ ഒരു കർവാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മിസ് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്നും ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തിയറി എഴുതാം, അതിന്റെ കർവ് വരയ്ക്കാം. അതിന്റെ കർവ് എങ്ങനെയാ വരയ്ക്കാം? ഇതാ ആദ്യം നമ്മൾ ഇതങ്ങനെ ഷേപ്പിൽ ഒരു വലിയൊരു TP. ഇത് TP ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് ഇപ്പൊ ഇതാ കാണിച്ചു തരാം. മിസ്സിന്റെ അടുത്ത് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇത് എങ്ങനെയാണെന്ന് അറിയാം ചോദിച്ചത്. നമുക്ക് ഇതിന്റെ ഫിഗർ തന്നിട്ട് തെറ്റിയിട്ട് തരും. TP AP ഒക്കെ നമുക്ക് തെറ്റിയിട്ടൊക്കെ തരാറുണ്ട്. അപ്പൊ ഏറ്റവും മുകളിലുള്ളത് TP ആണെന്ന് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ.
ഏറ്റവും മുകളിൽ റാ ഷേപ്പിൽ വരുന്നത് ടി പി. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. ലോ ഓഫ് വാരിയബിൾ ആണ്, തെറ്റാൻ പാടില്ല. നിങ്ങൾ ഈ പേര് കർവ് അറിയാൻ മസ്സേ, പക്ഷെ ഏതാണ് ടോപ്പിക് എന്നൊന്നും അറിയാതിരിക്കരുത്. അതായത് ഇതിന്റെ ടോപ്പിക് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. ഇതിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാണിച്ചു തരികയാണെങ്കിൽ ലോ ഓഫ് വാരിയബിൾ നമുക്കൊരു ഫിഗർ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്ന് ഏതാണെന്നാണ് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമാണ് കണ്ടോ. ജസ്റ്റ് വരച്ചിട്ട് ABC കണ്ടോ, മേലുള്ളത് TP ആണ് കണ്ടോ. ഇവിടെ A, ഇവിടെ B, ഇവിടെ C ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഇത് TP ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിന് താഴത്തോട്ട് വരയ്ക്കാം. താഴത്തോട്ട് വരയ്ക്കുന്നത് MP ആണ്. പിന്നെ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക നേരെ. ഇത് AP ആണ്. ഓക്കെ, TP AP. ഇതിപ്പോ നിങ്ങൾ എങ്ങനെ മിസ് മെഷർമെന്റ് എടുത്തിട്ട് ഒന്നല്ല. കുറെ കുട്ടികളുടെ സംശയമാണ്, മിസ് ഇത് എങ്ങനെ വരയ്ക്കാൻ, തല കറങ്ങണം. മിസ് എങ്ങനെയാ വരയ്ക്കുന്നത്, ഹാൻഡ് റിട്ടൺ അല്ലവേ. നമ്മളിങ്ങനെ ഓൺലി ഫ്രീ ഹാൻഡ് ആയിട്ടാണ്, അങ്ങനെ ചെയ്താൽ മതി. ഇനി ഈ കുട്ടിമുട്ടുന്ന പോയിന്റ്, ഇവിടെ കുട്ടിമുട്ടുന്ന പോയിന്റ് ഇല്ലേ കണ്ട, ഈ ഈ 3 പോയിന്റുകൾ ഇങ്ങനെ വരച്ചിട്ട് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, തേർഡ് സ്റ്റേജ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇത്രയാണ് ലോ ഓഫ് വാരിയബിളിന്റെ ആ ഒരു ഡെഫിനിഷൻ പഠിക്കണം. ഈ ഒരു ഫിഗർ വരയ്ക്കണം. ഇത് വരച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്കാണ് കേട്ടോ. പിന്നെ നിങ്ങൾ 0, Y ആക്സിസ്, X ആക്സിസ്, ഇവിടെ വാരിയബിൾ ഇൻപുട്ട് ആണ്, ഇവിടെ TP AP ഒക്കെ ആണ് എഴുതാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചെടുക്കുക. എന്നിട്ട് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾക്ക് അതിന് പേര് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ആണ് ഷോർട്ട് റണ്ണിലെ പോലെ തന്നെ നമുക്ക് വരുന്നതാണ് റിട്ടേൺ ടു സ്കെയിൽ. റിട്ടേൺ ടു സ്കെയിലിന്റെ ഫിഗർ നല്ല എളുപ്പമാണ്. ഒരു വീട് വരച്ച് വെച്ചാൽ മതി കണ്ടോ. ഇതാണ് റിട്ടേൺ ടു സ്കെയിൽ. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ല കേട്ടോ ഈ ഫിഗർ, പക്ഷെ നമുക്ക് എക്സാമിന് വരും. ഫസ്റ്റ് സ്റ്റേജ് ഇത്, സെക്കൻഡ് സ്റ്റേജ് ഇത്, തേർഡ് സ്റ്റേജ് ഇത്. ഇവിടെ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലും കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലും ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിലും ആണ് ഫിഗർ. അതായത് കൂടുന്നു, ഒരേ രീതിയിൽ കൂടുന്നു, കുറയുന്നു. ഓക്കെ, ഈ സ്റ്റേജ് അറിയണം. പിന്നീട് നിങ്ങൾ അറിയേണ്ടത് കോസ്റ്റ് കർവുകളാണ്. കോസ്റ്റ് കർവുകൾ എന്തിനാ അറിയുന്നത് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കോസ്റ്റ് കർവുകൾ വരയ്ക്കാനായിട്ട് വരും. കോസ്റ്റ് കർവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കോസ്റ്റ് കർവുകൾ ഉണ്ട്, നമ്മളൊരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ SMC ആണ്, ഒരു യു ഷേപ്പ് ഇട്ട് കൊടുത്താൽ AVC ആണ്, അതേപോലെ ഒരു യു ഷേപ്പ് ഇട്ടിട്ട് SAC ആണ്. അപ്പൊ SMC, AVC, SAC. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പാരലായിട്ട് വരയ്ക്കുന്നത് ഒരു TFC കർവാണ്. ഇവിടുന്ന് S തിരിച്ചിട്ട് കൊടുത്താൽ TVCയും ഇവിടുന്ന് S തിരിച്ചിട്ട് കൊടുത്താൽ TCയും ആണ് കർവ്. ഇനി ഒരു കർവ് ഉണ്ട് AFC കർവ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് അതിന്റെ പേര്. അപ്പൊ AFC, SAC, AVC, SMC. ഇതിൽ SMC, AVC, SAC ഒക്കെ യു ഷേപ്ഡ് ആണ്. ഇതെല്ലാം യു ഷേപ്ഡ് ആണ്. TVCയും TCയും ഇൻവേഴ്സ് S ഷേപ്പ് ആണ്. S ഷേപ്പ് നമ്മൾ ഇൻവേഴ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. AFC കർവിന് നമ്മൾ വിളിക്കുന്ന ഷേപ്പിന്റെ പേര് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് വിളിക്കുന്നത്. റെക്ടാങ്കുലർ ഹൈപ്പർബോള കേട്ടോ, റെക്ടാങ്കുലർ ഹൈപ്പർബോള. കോസ്റ്റ് കർവുകൾ പഠിക്കാം, ചിലപ്പോൾ നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, അതൊക്കെ നമുക്കൊരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച ഒരു ഡിമാൻഡ് കർവും ഒരു കോസ്റ്റ് സപ്ലൈ കർവും വരച്ചിട്ട് കൂട്ടിമുട്ടി വയ്ക്കുന്ന ഈ ഒരു പോയിന്റ് വരച്ചാൽ ഇതാണ് ഇക്വിലിബ്രിയം, ഇതാണ് സപ്ലൈ കർവ്, ഇതാണ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് ഇങ്ങനെയും സപ്ലൈ ഇങ്ങനെയാണെന്ന് നിങ്ങൾ അറിയാം. ഇനി ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ കൂട്ടിയെന്ന് വിചാരിക്കാം, പ്രൈസ് ഇൻക്രീസ് ചെയ്തത് ഇത്രയിലേക്ക് എത്തിയെങ്കിൽ നമ്മളിത് ഇങ്ങോട്ട് വരച്ചാൽ എന്തായി, ഇവിടെ എക്സസ് സപ്ലൈ ആണ്. എക്സസ് സപ്ലൈ, എങ്ങനെ എക്സസ് സപ്ലൈ എന്ന് മനസ്സിലായ, സപ്ലൈ ഇവിടെ, ഡിമാൻഡ് ഇവിടെ. ഓക്കെ, ഇനി നേരെ താഴെ നമുക്ക് വില കുറയ്ക്കാം. വില കുറഞ്ഞു കഴിഞ്ഞത് കണ്ടോ, എക്സസ് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഇവിടെയും സപ്ലൈ ഇവിടെയും. അപ്പൊ നമുക്ക് സപ്ലൈ അല്ല ഇവിടെ, ഡിമാൻഡ് ആണ് കൂടുതൽ. സോ എക്സസ് ഡിമാൻഡ്. അപ്പൊ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ഇക്വിലിബ്രിയം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് അറിയണം. മിസ് ഇപ്പൊ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേപോലെ. അടുത്തതാണ് പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ, അതിന്റെ കർവുകൾ. അപ്പൊ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്ത ഒരു പ്രൈസ് ഉണ്ടല്ലോ, ഈ പ്രൈസ് സാധാരണക്കാർക്ക് വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടായി. സോ ഗവൺമെന്റ് വന്നിട്ട് വില കുറയ്ക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പ്രൈസ് വില കുറയ്ക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു ക്വാണ്ടിറ്റി, വില കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ പോയി P1ലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെ ഡിമാൻഡ് കുറയുകയും സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്തു. ഇതാണ് പ്രൈസ് സീലിംഗ്. പ്രൈസ് ഫ്ലോർ നേരെ ഓപ്പോസിറ്റ്. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നത് ഗവൺമെന്റ് വന്ന് വില കൂട്ടി, ഇവിടേക്ക് ആക്കി വില. അപ്പോൾ നോക്കിയത് ഇവിടെയായി, കണ്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ സപ്ലൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനാണ് എക്സസ് സപ്ലൈ. പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും. സീലിങ്ങും ഫ്ലോറും തെറ്റരുത് കേട്ടോ. ചില സ്റ്റുഡൻസ് എന്താ ചെയ്യാന്നറിയോ, കുറച്ച് കുട്ടികൾ നല്ല രീതിയിലൊക്കെ പഠിക്കും, എക്സാമിന് പോയാൽ ഈ സീലിംഗ് എന്നുള്ള ഈ വേർഡില്ലേ, ഈ സീലിങ്ങും ഈ ഫ്ലോർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് എഴുതും. ഇതിൽ ഫിഗർ വരച്ചത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഈ പേര് തെറ്റിക്കരുത്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂട്ടാണ്, സീലിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വന്ന് പ്രൈസ് കുറയ്ക്കുകയാണെന്ന് അറിയാം. ഓക്കെ, പിന്നെ നമ്മൾ 4ാം പാഠത്തിൽ വരയ്ക്കേണ്ട ഒരു കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്ങനെയാണ്, നമ്മളിതാ എല്ലാ കർവുകളും ഇൻക്ലൂഡ് ചെയ്യുക. ഇതാണ് പ്രൈസ് ലൈനെ, ഇവിടുന്ന് ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് SMC ആയി. ഇനി ഒരു ABC കർവ് വരച്ചു കൊടുക്കുക, ഒരു SAC കർവ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ABCയുടെ മിനിമം പോയിന്റിന്റെ ഈക്വൽ ആയിട്ട് വേണം പ്രൈസ് ലൈൻ വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ താഴത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇക്വിലിബ്രിയം, അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ. പിന്നെ ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ 3 കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ P = MC ആണ്. അത് ഇതാണ്, ഇതിൻ്റെ ഈ കർവാണ് അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ MC ഷുഡ് ബി ഇൻക്രീസിങ്, അപ്പോൾ MC ഇൻക്രീസിങ് തന്നെയാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, പ്രൈസ് ലൈന് മിനിമം പോയിന്റ് ഓഫ് ABC. മിനിമം പോയിന്റ് ഓഫ് ABC ഇത് എവിടെയാണ്, ഇതിനേക്കാൾ മേലെ ആയിരിക്കണം. SAC അല്ല, ഇതിനേക്കാൾ മേലെ ആയിരിക്കണം. കണ്ടോ, ഇങ്ങനെ 3. ഇപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ കണ്ടീഷൻ ഒക്കെ കൂടി നിങ്ങൾക്ക് ഒരൊറ്റ ഫിഗർ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ കിട്ടണം. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ കേട്ടോ. അടുത്തതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ലിക്വിഡിറ്റി ട്രാപ്പ് നമുക്ക് മാക്രോയിലെ 3rd ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് മണി ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ പാഠത്തിലുള്ളതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ, ഒരു X ആക്സിസ് വരയ്ക്കുക, Y ആക്സിസ് വരയ്ക്കുക. ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ട് കൊടുക്കുക. ഇത് R മാക്സിമം ആവുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പാരലൽ ടു X ആക്സിസ് ആയിട്ട് കുത്തിട്ട് യോജിപ്പിട്ട് R മിനിമം ആവുമ്പോൾ എന്താണ്, R മാക്സിമം ആവുമ്പോൾ 0 ആണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആണ്. ഈ ഒരു പോർഷൻ മിനിമത്തിൽ എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വിൽ ബി ഇൻഫിനിറ്റ്, പാരലൽ ടു X ആക്സിസ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ലിക്വിഡിറ്റി ട്രാപ്പ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കർവ് നിങ്ങൾക്ക് അറിയണം. ഇനി അടുത്ത കർവ് മാക്രോ ഇക്കണോമിക്സിലെ കർവാണ് കേട്ടോ. മാക്രോയിലെ 2 സെക്ടർ മോഡലിൽ നമ്മുടെ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, ഇക്വിലിബ്രിയം 2 സെക്ടർ മോഡലിൽ ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അതെങ്ങനെ വരയ്ക്കാന്ന് അറിയാം. 2 സെക്ടർ മോഡൽ, അതായത് നമ്മൾ ആദ്യം X ആക്സും Y ആക്സും വരയ്ക്കുന്നു. ഇവിടെ നിന്നാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കർവ് വരിക. ഇവിടുന്ന് ഒരു 45 ഡിഗ്രിയിലാണ് അഗ്രിഗേറ്റ് സപ്ലൈ വരിക. അത് 45 ഡിഗ്രി ആണെന്ന് ഇവിടെ എഴുതന്നെ വേണം. ഇത് കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് ഇക്വിലിബ്രിയം. കണ്ടോ, ഇതാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, ഇതിലെ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഇവിടുന്നാണെന്നും അഗ്രിഗേറ്റ് സപ്ലൈ ഇവിടുന്ന് 45 ഡിഗ്രി ആണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അതായത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ നമുക്ക് റേറ്റുകൾ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, അതായത് കറൻസി എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിള്, ഫിക്സഡ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ മാർക്കറ്റ് സോഴ്സസ് ആണ് തീരുമാനിക്കുന്നത്. അതായത് മാർക്കറ്റിലെ സപ്ലൈയും ഡിമാൻഡും. ഏത് മാർക്കറ്റിലെ, എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റിലെ കേട്ടോ. ഈ ഒരാളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അവിടെ ഗവൺമെന്റിനൊന്നും വലിയ റൂളില്ല. ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പൊ ആലോചിക്കുക, ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞ അതേപോലത്തെ ഫിഗർ ഇവിടെ വരും. ഓക്കെ, ഇനി നമ്മളെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഗവൺമെന്റും RBI ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് RBI തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഫോഴ്സസ് ഓഫ് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ വരിക. കണ്ടോ, ഗവൺമെന്റ്, അതായത് നമ്മുടെ RBI വേണമെങ്കിൽ ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. ഗവൺമെന്റിന് ഇഷ്ടമുള്ളപ്പോൾ കൂട്ടും, ഗവൺമെന്റിന് ഇഷ്ടമുള്ളപ്പോൾ കുറയ്ക്കും. എന്ന് വെച്ചാൽ അവരുടെ കുറെ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് കേട്ടോ. RBI ഒരുപാട് മെഷേഴ്സ് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക. മെഷേഴ്സ് ഓഫ് മോണിറ്ററി പോളിസി നമ്മൾ പഠിച്ചിരുന്നു 3ാം പാഠത്തിൽ. അതൊക്കെ അനുസരിച്ചിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ RBI സ്വീകരിക്കുന്നത്. അപ്പൊ ഈ 2 ഫിഗർ അറിയാം.
അപ്പൊ ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതിൽ. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളൊക്കെ അവിടെ ഇവിടെ ഇനിയും ചെറുത് എടുക്കുന്നുണ്ട്. ഡിമാൻഡ് ഷിഫ്റ്റും സപ്ലൈയുടെ ഷിഫ്റ്റും സപ്ലൈ കർവിന്റെ എന്താ പറയുക ഇലാസ്റ്റിറ്റി ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു ഇത്രയും കർവുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എല്ലാ ടോപ്പിക്കും ഇപ്പം ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ കേട്ട് ആ കർവെങ്കിലും അറ്റ്ലീസ്റ്റ് വരച്ച് വെക്കുക. ആ കർവിൽ ഇപ്പം മിസ്സ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടേതായ ഓൺവേർഡ്സിൽ എഴുതി വെക്കുക. അപ്പം ഇത്രയും കർവുകളാണ് നമുക്ക് ഇക്കണോമിക്സ് എക്സാമിൽ വേണ്ടത്. ഇത് തന്നെയാണ് ഫൈനൽ എക്സാമിന് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാമുമായി അനുബന്ധിച്ച് നിങ്ങൾ ഇതെങ്കിലും പഠിക്കണം. ഓരോ ടോപ്പിക്കിൽ ഇപ്പോൾ പ്രോബ്ലം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഒപ്പം കർവുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗുഡ്സ് ഓൺലി ക്ലാസ് ആണ്. ഗുഡ്സ് ഓൺലി ക്ലാസ്, അതായത് ഒരുപാട് ഗുഡ്സ് നമുക്ക് ഇക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ മാക്സിമം ഒരു 8-10 മാർക്കിനോളം ഗുഡ്സ് മാത്രമായിട്ടുള്ള ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10 മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? സോ ആ വീഡിയോ വെയിറ്റിംഗ് ആണ്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.